അജപാലകൻ ഇന്ന് മെയ് മാസം 7-ാം തീയതി വിശുദ്ധ കുർബാനയുടെ വായന ലൂക്കയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 57 മുതൽ. അവൻ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലയാക്കാൻ ഇടമില്ല. അവൻ വേറെ ഒരുവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളെ മരിച്ചവർ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം ശിഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്. യേശു വിശ്വസിക്കുന്നവരെല്ലാം യേശുവിന് ജീവിതം സമർപ്പിച്ചവരാണ്. വിശ്വസിക്കുന്നവരിൽ തന്നെ വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യപ്പെട്ടവരുണ്ട്. വിശ്വാസ പ്രചരണത്തിന് വേണ്ടിയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണിവർ. യേശുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദിവസത്തിൽ 24 മണിക്കൂറും യേശുവിന് വേണ്ടി ചെലവഴിക്കുന്നവരാണിവർ. സഭയുടെ ആരംഭം മുതൽ സന്യാസികൾ, സുവിശേഷ പ്രചാരകർ, എഴുത്തുകാർ, ധ്യാന ഗുരുക്കന്മാർ, ആദ്യ ശുശ്രൂഷ തുടങ്ങിയവരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇവരാരും ലൗകികമായ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരല്ല. ഇവരിൽ മിക്കവരും ബ്രഹ്മചാരികളാണ്. ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുമുണ്ട്. ബ്രഹ്മചര്യ, അനുസരണം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങളെ സഭാശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർ അനേകരുണ്ട്. ഇന്നത്തെ വായന സമർപ്പിത ജീവിതത്തിന് ഊന്നൽ നൽകുന്നതാണ്. ഈ വ്രതങ്ങൾ ഐച്ഛികമായി എടുക്കുന്നതിനാൽ അവർ വലിയ ജനപ്രീതി നേടാറുണ്ട്. 3 തരക്കാരെ ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. 1, യേശു എവിടെ പോയാലും യേശുവിനെ പിന്തുടരാൻ തയ്യാറുള്ളവരാണ് ഒരു കൂട്ടർ. ജനത്തിൻ്റെ കയ്യടിയോ പ്രശസ്തിയോ അംഗീകാരമോ പ്രതീക്ഷിച്ചവരെ അവർ സമയത്തിന് ഭക്ഷണം കിട്ടിയെന്ന് വരികയില്ല. മനസ്സ് മടുക്കുന്ന വരെ ജോലി എടുക്കേണ്ടി വരും. നാട്ടുകാർ തരുന്ന ധർമ്മച്ചോറ് ഉണ്ണേണ്ടി വരും. യേശുവിനോട് വെറുപ്പും വിരോധമുള്ളവരുടെ പീഡനങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. സമർപ്പിതരുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. രാത്രി ഉറങ്ങുവാനായിട്ട് സ്ഥലം കിട്ടാതെ ചിലപ്പോൾ പീഡിക തിണ്ണകളിൽ ഉറങ്ങേണ്ടി വരും എന്നതാണ്. ഇനി രണ്ടാമതൊരു കൂട്ടർ പറയുന്നു, പ്രായമായ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം വരാമെന്ന്. നീ എൻ്റെ പിന്നാലെ വന്നതുകൊണ്ട് നിനക്കോ നിൻ്റെ മാതാപിതാക്കന്മാർക്കോ ഒരു കുറവ് വരികയില്ല. നിൻ്റെ വീട്ടിൽ ചേട്ടാഞ്ചന്മാരുണ്ടല്ലോ, തറവാട്ടുകാരും ബന്ധുക്കളുണ്ടല്ലോ, എല്ലാവരും ദൈവവിളി ലഭിച്ചിട്ടില്ല. നിനക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. ദൈവം നിനക്ക് തന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. നിൻ്റെ ദൈവവിളി നിനക്ക് തന്നെ ഒരു അനുഗ്രഹമാണ്. 3ാമത് കൂട്ടരാണ് മറ്റൊരു നിലപാടാണ് അവർക്കുള്ളത്. വീട്ടുകാരുടെ അനുവാദം ലഭിച്ചാൽ വരാമെന്ന്. നിൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഒരാൾക്കും കൈവയ്ക്കുവാൻ അധികാരമില്ല. കുടുംബക്കാരുടെ നിയന്ത്രണത്തിൽ മരിക്കുന്നവരെ ജീവിക്കുമെന്നാണോ കരുതുന്നത്? അതൊരു അടിമത്തമാണ്. ചുണക്കുട്ടികൾ ചേർന്നല്ല, മണ്ണുണ്ണികൾ ഉള്ള നല്ല ദൈവവിളി, നേതൃത്വവും തീരുമാനമെടുക്കാനുള്ള കഴിവും തിന്മയ്ക്കെതിരെ പോരാനുള്ള സാമർഥ്യവും ദൈവവിളി ലഭിച്ചവർക്ക് വേണമെന്നാണ് സൂചന. അതുപോലെ അവസാനമായിട്ട് കലപ്പയെ കൈവച്ച ശേഷം പിന്തിരിഞ്ഞ് നോക്കുന്നവരെ പറ്റിയും സുവിശേഷം വായിക്കുന്നുണ്ട്. കുറേ കാലം വൈദികനായും സന്യാസിയായും ജീവിച്ച് തീഷ്ണത നഷ്ടപ്പെട്ട് കുടുംബജീവിതത്തിലേക്ക് പിന്തിരിയരുത്. അനുജൻ്റെ മകൾക്ക് ജോലി മേടിച്ചു കൊടുക്കാനോ ചേട്ടൻ്റെ മകന് വീട് പണിക്ക് സഹായിക്കാനുള്ളതല്ല വൈദികൻ. ഉറകെട്ടുപോയ ഉപ്പിന് തുല്യമായി കൂടാൻ സമർപ്പിതൻ എന്നൊക്കെ ചിന്തിക്കാൻ ഈ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ.